ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ പിന്നെയും വന്നേക്കാണ് CPM വീഡിയോ ആയിട്ട്. അപ്പൊ ഫസ്റ്റ് വീഡിയോ കേട്ടോ, വ്ളോഗ് എടുക്കുന്നത്. അപ്പൊ ഗൈസ്, ഇന്ന് നടക്കാൻ നമ്മളെ പണി എന്താന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ കണ്ടില്ല ഗൈസ്, നമ്മള് ബാഗൊക്കെ ഇട്ടാ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് തിരിഞ്ഞുണ്ടാവും. ഈ ഒരു വീഡിയോ ഗൈസ് നമ്മള് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഒരു വീടിന്ന് നമ്മളൊന്ന് മാറുകയാണ് ഗൈസ്. കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് ഗൈസ് എനിക്ക് ഒട്ടും പിടിക്കുന്നില്ല ഗൈസ്. കാരണം തണുത്ത് 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 മരവിക്കാണ് ഗൈസ്. ഉമ്മിയുടെ വീട് ഒന്നും സാധനം എടുക്കാനില്ലാന്ന് തോന്നുന്നു ഗൈസ്. മേലെ പോയോ ഗൈസ്. എന്തെങ്കിലും സാധനം എടുക്കാനുണ്ടെങ്കിൽ ഗൈസ് എടുത്തിട്ട് തന്നെ വരാം. അപ്പം ഏറ്റവും മേലാട്ടോ നമ്മളിപ്പോ പോണേ. അവിടെ എന്തെങ്കിലും വിട്ടുപോയിട്ടോന്ന് എല്ലാം ഗൈസ്. നമ്മൾ വണ്ടിയിൽ ലോഡ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നോക്കണേ ഒന്നുമില്ല ഗൈസ്. നമ്മള് താഴോട്ടേക്ക് പോവാ ഗൈസ്. ഇവിടെ ഒന്നും ഇല്ല ഗൈസ്. നമുക്ക് നേരെ താഴോട്ടേക്ക് പോയിട്ട് ഗൈസ് അവിടെ വണ്ടി കിടപ്പുണ്ട് ഗൈസ്. നമ്മളെ ആ ഒരു വണ്ടികളൊക്കെ എടുത്തിട്ട് പോവാം. ഇതാണ് ഈ നമ്മൾ എടുക്കാൻ പോകുന്ന വണ്ടി. ഒരു ഓറഞ്ച് കളർ BMW കേട്ടോ. അപ്പോൾ നമ്മളിതങ്ങോട്ട് എടുത്തിട്ട് പോട്ടെ ഗൈസ്. നമ്മളിത് കുറച്ച് സീനും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് പോവാം. അപ്പോൾ നമ്മളിന്ന് പുതിയ മാറാൻ പോകുന്ന വീട് എന്ന് വെച്ചാൽ നമ്മുടെ നവംബറോന്റെ ഫ്ലാറ്റ് കാര്യമൊക്കെ അവിടെ എങ്ങനെ എടുക്കാം കേട്ടോ. നമ്മൾ നേരെ ഇപ്പോൾ പോവാണ്. അപ്പോൾ വണ്ടി ഒന്ന് സ്റ്റാർട്ടാവട്ടെ ഫസ്റ്റ്. ഈ വണ്ടിക്ക് എൻജിന് കുറച്ച് പണി കൂടുതലാട്ടോ. കണ്ടില്ല വണ്ടിയുടെ സ്പീഡ് കണ്ടിട്ടില്ല നിങ്ങള്. ഇത് തൊട്ടാ ഡ്രിഫ്റ്റ് ആണ്. BMW എന്ന് വെച്ചാൽ ഡ്രിഫ്റ്റിങ്ങിന്റെ ഒരു നാടുകാരാണ് കേട്ടോ. അപ്പോൾ വണ്ടി കണ്ടില്ല പൊട്ടാസുള്ളായിട്ട് പൊട്ടുന്നേ ഫ്രണ്ടൊക്കെ ഉണ്ടല്ല. അപ്പോൾ നമുക്ക് നേരെ പോവാം. ഇവിടെയൊക്കെ ഫുള്ള് വണ്ടിയാണ്. ഇന്നെന്തായാലും രണ്ടിടിയെങ്കിലും വണ്ടിക്ക് ഇടിക്കും. ഇപ്പം തന്നെ പറയുന്നു 100% ഞങ്ങൾക്ക് ഉറപ്പാണ്. നമ്മൾ നേരെ ഇപ്പൊ പോണ്. വണ്ടി മര്യാദക്ക് വളച്ചൂടറായി. എന്നെ പറഞ്ഞത്തെ കാര്യമുള്ളൂ. ഈ വണ്ടിക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പറിക്കാനൊന്നും അറിയില്ല. പറിക്കാനാ എന്താണ് എന്റെ വായിന് വരുന്നേ? പറിക്കാനല്ലേ, വളക്കാൻ. ഇപ്പൊ കുറച്ചൊന്ന് വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടുന്നൊക്കെ ഫുള്ള് വണ്ടിയൊക്കെ ഇടിച്ചിട്ടുണ്ട് കുറച്ച് 2-3 പ്രാവശ്യം. നമ്മളിപ്പോ നേരെ പോവാണ്. എവിടേക്കാണെന്നൊന്നും ഒരു മൈൻഡും ഇല്ല. കാരണം എനിക്ക് പുതിയ വീടിന്റെ വഴി എവിടെയാണെന്ന് അറിയില്ല. ഒറ്റ ചവിട്ട് ചെറിയൊരു വളക്കിൽ അതൊന്നും സീനില്ല. ബാക്കോട്ട് എടുത്തിട്ട് നമുക്ക് പോവാം. അപ്പം നേരെ ഇപ്പൊ നമ്മള് പോവാണ് കേട്ടോ. അപ്പം കൊറേയൊക്കെ നമ്മള് വീഡിയോ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. കാരണം വീഡിയോ അങ്ങനെ ലോങ് ആണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. നമ്മൾ നേരെ ഇപ്പൊ പോവാണ്. അവിടുന്ന് വണ്ടി അടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ സ്കിപ്പ് ചെയ്തത്. നിങ്ങളൊക്കെ നമ്മൾ നേരെ അടുത്തടി ഈ പാറക്കെട്ടിന്റെ അവിടെ വീഴാതെ നോക്കട്ടെ ഗൈസ്. നമുക്കിപ്പോ റിവേഴ്സ് എടുത്ത് അങ്ങ് പോയേക്കാം ഗൈസ്. അപ്പൊ അത്രേ ഉള്ളൂ. ഇവിടുന്ന് ഒന്ന് സ്കിപ്പ് ചെയ്യാം ഗൈസ്. നമ്മൾ നേരെ ഇപ്പൊ പോവാണ്. എവിടെയാന്ന് വെച്ചാൽ ഗൈസ് നമ്മളെ വീട്ടില് ഗൈസ്. പുതിയ വീട് നിങ്ങൾ കണ്ടിട്ടില്ല ഗൈസ്. നമ്മളെ ഈ വീടിനെക്കാട്ടി കുഞ്ഞാണ് ഗൈസ്. പക്ഷെ ക്ലൈമറ്റ് ഗൈസ് സാധാ നോർമൽ ക്ലൈമറ്റ് കാണുന്നത്. അവിടൊക്കെ മാറാൻ ഗൈസ് 2 കാരണങ്ങളുണ്ട്. ഒന്ന് ഞാൻ ഫസ്റ്റ് പറഞ്ഞോളാം, തണുപ്പിന്റെ കാരണം. ഇവിടെ ഈ വീട്ടില് നല്ല തണുപ്പാണ്. അവിടെ നല്ല കുറച്ച് ഒരു അഡ്ജസ്റ്റ് ചെയ്ത ക്ലൈമറ്റ് കാണാം കേട്ടോ. അപ്പം വേറെ ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ സിറ്റി വണ്ണിലൊക്കെ അധികം മീറ്റപ്പ് ഉണ്ടാവാനേ. അപ്പൊ ഇവിടുന്നുകളൊക്കെ അടുത്താണ് ആ ഒരു ഭാഗങ്ങളൊക്കെ. അപ്പൊ നമുക്ക് നേരെ ഇപ്പൊ പോയാ ഗൈസ് നമുക്കിന്ന് സർവീസ് ചെയ്തേ ഗൈസ്. കാരണം വണ്ടി ഒന്ന് അവിടെ ഇവിടെയൊക്കെ അടിച്ചോണ്ട് ചില പ്രശ്നങ്ങളുണ്ട്. ആ ഒരു സൈഡ് മിറർ കണ്ടാൽ തന്നെ അറിയാം. അപ്പൊ സർവീസ് ചെയ്തപ്പോ ഗൈസ് കണ്ടില്ലേ മാറ്റം. നമുക്ക് പോയാലോ? പോകുമ്പോ ഗൈസ് നമുക്ക് എന്തായാലും പെട്രോളും കൂടി അങ്ങോട്ട് അടിച്ചേക്കാം. അല്ലാണ്ട് വെറുതെ പോയിട്ട് കാര്യമില്ലല്ലോ. പെട്രോൾ അടിച്ചേക്കാം ഗൈസ്. അപ്പം ഈ വളക്ക് ഇതിന് സ്റ്റിയറിങ്ങിന് എന്തോ പ്രശ്നമുണ്ട്. അങ്ങനെ തിരിയുന്നില്ല. നമുക്കിതൊക്കെ നമ്മളെല്ലാ വണ്ടിയും സർവീസിന് കൊടുക്കണം. അല്ലാതെ ശരിയാവില്ല. എല്ലാ വണ്ടിയും സ്റ്റിയറിങ്ങിനെല്ലാം എന്തെല്ലോ പ്രശ്നമുണ്ട്. അപ്പോൾ സിവിക്കും M5 ഒക്കെ ഇപ്പൊ ഗുഡ് കണ്ടീഷനാണ്. ഡിഫൻഡറൊക്കെ നമ്മളെപ്പോഴും ഓടിക്കുന്നുണ്ട്. നമുക്ക് LC ഒന്ന് എടുക്കണം. ഇതെന്താ ഇവിടെ ഡോറില്ലേ? തുറക്കാൻ കഴിയാത്തതാ. നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് കിട്ടാൻ നോക്കാം. ഇവിടെയാണ് ഡോറ്. പറ്റിക്കുന്ന
ഇവിടെ ഫുഡ് കണ്ടാൽ തന്നെ അറിയാം, നല്ല വയറിളക്കം വരാനുള്ള ചാൻസ് ഉണ്ട്. ചെറിയ വീട് ആയതുകൊണ്ട് നമുക്ക് ഡോണറ്റിൻ്റെ അടുത്ത് ഫുഡ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ സീനില്ലേ, മാറായി നമ്മൾ അറിയാതെ ഇവിടെ ഇപ്പുറത്തെ ഡോറായിപ്പോയി. ഇപ്പുറത്താണ് പോകേണ്ടത്, നമ്മൾ ഇപ്പുറത്തായിപ്പോയി. ഇപ്പുറത്ത് നമ്മളൊക്കെ ഇരുന്നിട്ടുണ്ട്. നമ്മളൊരു വണ്ടി ബാക്കോട്ടാണ്. ഈ വണ്ടിക്ക് എന്തെല്ലോ ഒരു പ്രശ്നമുണ്ട്. ഇടക്കിടക്ക് ഡ്രിഫ്റ്റ്, ഇടക്കിടക്ക് ഇടുങ്ങി കുത്തല്, അങ്ങനൊക്കെ ഉണ്ടാവും. ഈ ഒരു വണ്ടിക്ക് കുത്തിയാണ് ശീലം തോന്നുന്നത്. നമ്മളിത് പുതിയ വാങ്ങിച്ചതല്ല, ഇത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്. ഫുള്ള് 1-on-1 ഫുള്ള് മോഡിഫൈ ചെയ്തതാണ്. ഇതിന് HP കണ്ടാൽ തന്നെ നിങ്ങൾ ഞെട്ടും. നല്ല സ്പീഡൊക്കെ ഉള്ള വണ്ടിയാട്ടോ. പക്ഷെ നമ്മൾ യൂസ് ചെയ്യാണ്ട് ഒരു മൂലക്ക് എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കണേ. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ പോവാണ്. ഏകദേശം എത്താനായിട്ടുണ്ട്. നല്ല പെട്രോള് അടിച്ചുകൊണ്ട് തന്നെ നമുക്കിനി അടുത്ത ആഴ്ച വരെ പെട്രോൾ തന്നെ നോക്കണ്ട, ഒരു വണ്ടി തന്നെ നോക്കിക്കോളൂ. അപ്പം ഫുൾ ടാങ്കാണ് നമ്മൾ പെട്രോൾ കണക്ക് അടിച്ചേക്കുന്നത്. നേരെ നമുക്ക് പോയേക്കാം. ഇതിലൂട്ടല്ല വഴി തോന്നുന്നു. അവിടെ ഒരു ബിൽഡിംഗ് കാണുന്നുണ്ട്, അതാന്ന് തോന്നുന്നു നമ്മളെ വീടുകളിലൊക്കെ. അങ്ങോട്ട് പോയേക്കാം. സ്പീഡിലിട്ടാലോ വലിയ വേണ്ട, അടുത്തടി അടിക്കാനായിരുന്നു. അപ്പൊ ഇതാണ് നമ്മളെ വീടുകളൊക്കെ. ഇവിടെ ഫസ്റ്റ് നമുക്കൊന്ന് പാർക്ക് ചെയ്തിടണം. ഇവിടെ ഒന്ന് പാർക്ക് ചെയ്തിട്ടെ. ഈ വളക്കല്ല, മര്യാദക്ക് വളക്ക്. അതാ കേറിയ പാട് പോസ്റ്റ് അടിച്ച് പൊട്ടിച്ച് ബെസ്റ്റ്. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടികളൊക്കെ. ഇതല്ലേ ഫുള്ള് സീനാണ്. നമ്മളപ്പുറത്തെ ഭാഗത്തൊക്കെ കയറുമ്പോഴത്തേക്ക് വണ്ടിന്റെ ലുക്കേ പോകുന്നുണ്ട്. ഇപ്പുറത്തെ ഭാഗത്താണ് ഇന്റീരിയർ ലുക്ക്. നമ്മളങ്ങ് പോവാണ്, ഉള്ളിലോട്ടേക്ക് കയറാട്ടോ. ഇവിടെ ഓട്ടോമാറ്റിക് ഇല്ല. പക്ഷെ എൻ്റെ മറ്റേ വീട്ടിൽ ഓട്ടോമാറ്റിക് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, തലക്കാലത്തേക്ക് എടുത്ത ഒരു വീടുകളൊക്കെയാണ്. അങ്ങോട്ട് കയറട്ടെ. ഇതൊരു ലിഫ്റ്റൊക്കെ ഒരു ചെറിയ പ്രശ്നമുള്ള വീടാട്ടോ. ഇത് കണ്ടില്ലേ, ഇവിടെയാണ് നവൻ ബ്രോ ഒക്കെ താമസിക്കുന്നത്. നവൻ ബ്രോയിന്ന് ഇവിടെ എൻ്റെ അടുത്ത് താമസിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇനി മുതൽ ഇവിടെ നിൽക്കാൻ താമസിക്കാൻ. നവൻ ബ്രോ ഞാനും ഇടയ്ക്കൊക്കെ നവൻ ബ്രോ ഇവിടെ ഉണ്ടാവുക. കാരണം നവൻ ബ്രോ അധികവും മറ്റേ വീട്ടിലാണ് ഉണ്ടാവാൻ, സിറ്റി 2-ലുള്ള. അപ്പം ഈ ഒരു വീട് നിറച്ചൊക്കെ കിടുക്കവസ്കി വീട്, ഗെയിമിങ് സെറ്റപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സീനില്ല. ബോറടിക്കുമ്പോൾ മറ്റേ വീട്ടിൽ ഇടയ്ക്ക് പോകേണ്ട വരുമല്ലേ. ഇടയ്ക്ക് പോവാം, അവിടെ എന്തെങ്കിലും ക്ലീൻ ആക്കിയിട്ട് വരാം. വേണ്ട നമുക്ക് അവിടെ ക്ലീനറായിട്ട് അവിടെ സെറ്റ് ചെയ്യാം. അവിടെ എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല കേട്ടോ. അപ്പം ഈ ഒരു വണ്ടി എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്താണോ എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഈ ഒരു വണ്ടി ഉണ്ടില്ലേ, എന്തെല്ലോ പോലത്തെ ഒരു വർക്കാണ് ഈ ഒരു വണ്ടി വന്നുള്ളത്. അപ്പം ഈ ഒരു വണ്ടി എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഇറക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇന്നലെ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് ന്യൂ ഐഡന്റിറ്റി കമ്മിങ് സൂൺ. അപ്പം ഐഡന്റിറ്റി വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ചെറിയൊരു ഇതും കൂടി ഉണ്ട്, അതായത് റിവീലിങ്. അപ്പോൾ 2 ഐഡന്റിറ്റിയാണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത്. രണ്ടും നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളെ കൊച്ചു നമ്മൾ നിർത്താട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ. പിന്നെ നമ്മൾ വിട്ടുപോയ കാര്യം പറയട്ടെ. നിങ്ങൾക്ക് സിവിക്കിന് വർക്ക് വേണേൽ എൻ്റെ DM ചെയ്യട്ടോ. അപ്പം ബൈ.